നമസ്കാരം. തുടർച്ചയായ നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയതും ഇന്ന് മാർക്കറ്റ് 2% ഇടിയുകയും ചെയ്തത് വരും സമയങ്ങളിൽ മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഏപ്രിൽ മാസത്തിൽ മാർക്കറ്റിൽ 7% റിക്കവറി വന്നതിന് ശേഷം മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ മുതൽ തന്നെ സെൻസെക്സ് 3400 പോയിന്റ് ഇടിഞ്ഞിരുന്നു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 2% ഇടിയുകയും നിഫ്റ്റി 23,400 എന്ന ലെവലിന് താഴെ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് മിഡ് ക്യാപ് ഇൻഡെക്സ് 2.5%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 3.2% ഇടിയുകയും മാർക്കറ്റ് കഴിഞ്ഞ 4 ദിവസമായി അണ്ടർ പെർഫോം ചെയ്ത് ഏറെക്കുറെ ഓവർ സോൾഡ് സോണിലേക്ക് എത്തുകയും ചെയ്തു. വെസ്റ്റ് ഏഷ്യൻ കോൺഫ്ലിക്റ്റിൽ മാറ്റമൊന്നും വരാതിരിക്കുന്നതും രൂപയുടെ മൂല്യം റെക്കോർഡ് ലോയിലേക്ക് എത്തിയതും ബ്രന്റ് ക്രൂഡിൻ്റെ വില $107 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയർന്നതും രൂപയുടെ മൂല്യം റെക്കോർഡ് ലോയിലേക്ക് എത്തുകയും ക്രൂഡിൻ്റെ വില $100 മുകളിൽ കൺസിസ്റ്റൻ്റായി നിലനിൽക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെയും ഇന്ത്യൻ എക്കോണമിയെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിഫലിക്കുന്നത്. ഇവിടെ ഇമ്പോർട്ട് ബിൽ ഉയരുന്നതും ഇൻഫ്ലേഷൻ വർദ്ധിക്കുമെന്നുള്ള ആശങ്കയുമൊക്കെ മാർക്കറ്റിൽ പ്രകടമായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി തന്നെ ചില എക്കോണമിക് സ്ട്രെയിനുകളെ അനൗൺസ് ചെയ്യുകയും അല്ലെങ്കിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്രൂഡ് ഓയിൽ, എഡിബിൾ ഓയിൽ, ഗോൾഡ് തുടങ്ങിയവയുടെ ഇമ്പോർട്ട് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രധാനമന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇതൊക്കെ മാർക്കറ്റിന് ഒരു വീക്കർ സിഗ്നലാണ് നൽകുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. IT ഇൻഡെക്സ് 3% ഇടിഞ്ഞു. റിയാലിറ്റി സെക്ടറിലെ സ്റ്റോക്കുകളിലും ഇന്ന് ഇടിവ് പ്രകടമായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രിവൺ പ്രൈസിംഗ് ഡിസ്ട്രപ്ഷൻ്റെ ഇമ്പാക്റ്റാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രകടമായത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 23,400 ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ടും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നഷ്ടമായിട്ടുണ്ട്. 23,150 എന്ന ലെവലിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്നത്. 23,800 മാർക്കറ്റിൻ്റെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുമെന്നുള്ള സൂചന തന്നെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിന്നും മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പുറത്തു വന്ന ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റയുടെ ഇമ്പാക്റ്റും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രകടമാകും. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന ലെവലിലുള്ള ഇൻഫ്ലേഷൻ ഡേറ്റയാണ് വന്നതെങ്കിലും ഏപ്രിൽ മാസത്തെ തുടർന്ന് മെയ് മാസത്തിലും ഇൻഫ്ലേഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് പല അനലിസ്റ്റുകളും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് വരാൻ പോകുന്ന RBIയുടെ പോളിസിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റയ്ക്ക് മുകളിലുള്ള ഇമ്പാക്റ്റ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ പ്രകടമാകും. രൂപയുടെ മൂല്യം റെക്കോർഡ് ലോയിൽ തുടരുന്നതും ക്രൂഡിൻ്റെ വില $105 മുകളിൽ നിലനിൽക്കുന്നതുമൊക്കെ ഷോർട്ട് ടൈമിൽ മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇൻഫ്ലേഷൻ ഡേറ്റ പരിശോധിച്ചാൽ മാർച്ച് മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ 3.40% നിന്നും 3.48% ഉയർന്നിട്ടുണ്ട്. CPI ഇൻഫ്ലേഷൻ ഉയർന്നതിന് പിന്നിലെ പ്രധാന പങ്കുവഹിച്ചത് ഫുഡ് ഇൻഫ്ലേഷനിൽ ഉണ്ടായിരിക്കുന്ന വർധനവാണ്. ഫുഡ് ഇൻഫ്ലേഷൻ 3.87% നിന്നും 3.42% ഉയരുകയും ചെയ്തു. അതേസമയം മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന ലെവലിലുള്ള ഒരു ഇൻഫ്ലേഷൻ ഡേറ്റയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ഏഷ്യ കോൺഫ്ലിക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചത് 3.9% ഇൻഫ്ലേഷനാണ്. പക്ഷേ ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇൻഫ്ലേഷൻ 3.48%, അതായത് 3.5% എന്നാലും അനലിസ്റ്റുകൾ പറയുന്നത് മെയ് മാസത്തിലും ഇൻഫ്ലേഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വെസ്റ്റ് ഏഷ്യ ക്രൈസിസിൻ്റെ പശ്ചാത്തലത്തിൽ മെയ് മാസത്തെ ഇൻഫ്ലേഷൻ 3.9% ഉയർന്നേക്കാമെന്നുള്ള ഒരു വാണിംഗും അനലിസ്റ്റുകൾ നൽകുന്നു. ഇതിൻ്റെ ഇമ്പാക്റ്റ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 77% ഇടിഞ്ഞതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. പ്രോഫിറ്റ് 401 കോടിയിൽ നിന്നും 256 കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിനിലും ഇടിവ് പ്രകടമാണ്. ഇൻപുട്ട് കോസ്റ്റ് വർദ്ധിച്ചതും മാർജിൻ ഇടിഞ്ഞതും മൂലവുമാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞിരിക്കുന്നത്. കൂടാതെ റവന്യൂ ഏറെക്കുറെ ഫ്ലാറ്റാണ്. 10,293 കോടിയിൽ നിന്നും 10,511 കോടിയിലേക്കാണ് കമ്പനിയുടെ റവന്യൂ ഉയർന്നിരിക്കുന്നത്. റവന്യൂവിൽ വെറും 2% വർധനവ് മാത്രമാണ് കാണുന്നത്. അതർ ഇൻകം 11 കോടിയിൽ നിന്നും 84 കോടിയിലേക്ക് ഉയർന്നപ്പോൾ ടോട്ടൽ ഇൻകം 3% വർദ്ധിച്ചിരിക്കുന്നത്.
ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 10 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്പനിയുടെ എബിറ്റ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 9% വർദ്ധിച്ച് 493 കോടിയായി മാറുകയും ചെയ്തു. കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് ഏറെക്കുറെ ഫ്ലാറ്റാണ്. 10,231 കോടി രൂപയുടെ ടോട്ടൽ എക്സ്പെൻസ് ആണ് കമ്പനി കാണിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 412 കോടിയിൽ നിന്നും 370 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും 576 കോടിയിൽ നിന്നും 370 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും ഇടിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 33% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട്. 1,644 കോടിയായി രേഖപ്പെടുത്തി. ടോട്ടൽ ഇൻകം 28% വർദ്ധിക്കുകയും എബിറ്റ 69% വർദ്ധിക്കുകയും ചെയ്തു. മാർജിൻ പ്രഷർ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ കമ്പനികളെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സൂചനയാണ് ഡിക്സൺ ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നിന്നും പ്രകടമാകുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് 6% ഇടിയുകയും ചെയ്തു. അതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്